നമസ്കാരം. V9 ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. Spinner Pipes manufacturers of HDPE and PVC pipes. Think irrigation, think Spinner. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. ഓണക്കാലത്തോടനുബന്ധിച്ച് ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് ലഹരി ഉൽപ്പന്നങ്ങൾ വൻതോതിൽ കേരളത്തിലേക്ക് ഒഴുകുന്നതായി എക്സൈസ് വകുപ്പിന് രഹസ്യവിവരം. വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിൽ വൻ കഞ്ചാവ് വേട്ട. ധൻബാദ് ആലപ്പി എക്സ്പ്രസിലെ ജനറൽ കമ്പാർട്ട്മെന്റിൽ നിന്ന് 4 കിലോ കഞ്ചാവ് കണ്ടെത്തി. കടത്തുകാരെ പിടികൂടാനായില്ല. പരിശോധന ശക്തമാക്കാൻ തീരുമാനം. ഒല്ലൂരിലെ ഹോട്ടൽ കാർ പാർക്കിൽ നിന്ന് 6 കിലോ കഞ്ചാവ് പിടികൂടി. രാജ്യത്ത് നിന്ന് എംപോക്സ് രോഗബാധ അകലുന്നു. ആർക്കും രോഗം സ്ഥിരീകരിച്ചിട്ടില്ലെന്ന് ആരോഗ്യ മന്ത്രാലയം. രോഗബാധ സംശയിക്കുന്ന യുവാവിന്റെ പരിശോധനാ ഫലം നെഗറ്റീവ്. വലിയ ആശ്വാസത്തിനിടയിലും ജാഗ്രത തുടരണമെന്ന് ആരോഗ്യ മന്ത്രാലയം. അദാലത്തുകൾ ആവശ്യമില്ലാത്ത വിധം സംസ്ഥാനത്ത് ഭരണ സംവിധാനം കാര്യക്ഷമമാക്കണമെന്ന് ആരോഗ്യമന്ത്രി MP രാജേഷ്. ജനങ്ങൾക്ക് സേവനം നിഷേധിക്കുന്ന രീതിയിൽ ചട്ടങ്ങൾ പലതരത്തിൽ വ്യാഖ്യാനിക്കുന്നത് ഒഴിവാക്കി മെച്ചപ്പെട്ട സേവനം ലഭ്യമാക്കുകയാണ് അദാലത്ത് ലക്ഷ്യമെന്നും മന്ത്രി. നിയമലംഘനം സാധൂകരിക്കാനുള്ള അവസരമല്ല അദാലത്തെന്നും ഓർമ്മപ്പെടുത്തൽ. സംസ്ഥാന പാതയിൽ അത്താണി വ്യാകുലമാതാ പള്ളിക്ക് സമീപം ചരക്ക് ലോറിയിൽ കുടുങ്ങിയ മരം റോഡിലേക്ക് ചെരിഞ്ഞു. സംസ്ഥാന പാതയിൽ മണിക്കൂറുകളോളം ഗതാഗതം സ്തംഭിച്ചു. തിങ്കളാഴ്ച കാലത്താണ് സംഭവം. ഗതാഗതം പുനഃസ്ഥാപിക്കാനായത് 9:30. പള്ളി പരിസരത്ത് നിരവധി മരങ്ങൾ അപകടാവസ്ഥയിൽ. സംസ്ഥാനത്ത് ഓണക്കാലത്ത് നിർധന കുടുംബങ്ങൾക്ക് ആനുകൂല്യങ്ങളുമായി സർക്കാർ. മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്കും ക്ഷേമ സ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്കുമുള്ള ഓണക്കിറ്റ് വിതരണത്തിന് തുടക്കമായി. കഴിഞ്ഞ വർഷം 100 തൊഴിൽ ദിനങ്ങൾ പൂർത്തീകരിച്ച ദേശീയ ഗ്രാമീണ അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് 1000 രൂപ ബോണസ്. പൂട്ടിക്കിടക്കുന്ന സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് 2000 രൂപ നൽകും. 2 മാസത്തെ ക്ഷേമ പെൻഷനുകൾ ഓണത്തിന് മുമ്പ് നൽകാനും തീരുമാനം. മുണ്ടൂർ കുടുംബാരോഗ്യ ഉപകേന്ദ്രത്തിൽ യോഗ ക്ലബ് പ്രവർത്തനം ആരംഭിച്ചു. ജീവിതശൈലി രോഗങ്ങൾക്കെതിരെ പഞ്ചായത്ത് നിവാസികളെ ബോധവൽക്കരിക്കുക ലക്ഷ്യം. പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും ക്ലബിന്റെ പ്രവർത്തനം. നാഷണൽ ആയുഷ് മിഷൻ കേരളയുടെ നേതൃത്വത്തിലാണ് രൂപീകരണം. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KM ലെനിൻ ഉദ്ഘാടനം ചെയ്തു. മണ്ണുത്തി ഡോൺ ബോസ്കോ സ്കൂളിന് സമീപത്തെ അപകട പരമ്പര ഇല്ലാതാക്കാൻ ഒടുവിൽ നടപടി. ദേശീയപാതയ്ക്ക് കുറുകെ നടപ്പാത നിർമ്മിക്കാൻ തീരുമാനം. ടെൻഡർ നടപടികൾ ഈ മാസം തന്നെ പൂർത്തിയാക്കും. ഈ അധ്യയന വർഷം നടപ്പാത നിലവിൽ വരുമെന്ന് മന്ത്രി K രാജൻ. കൈപ്പറമ്പിലും തോളൂരിലും കുടുംബശ്രീ CDS ഓണച്ചന്ത. കൈപ്പറമ്പിൽ മുണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക് കെട്ടിടത്തിലും തോളൂരിൽ എടക്കളത്തൂരിലും ചന്തകളുടെ പ്രവർത്തനം. പഞ്ചായത്ത് പ്രസിഡന്റുമാരായ KK ഉഷയും VK രഘുനാഥനും ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ കോളേജുകൾ ഇനി ഹരിത ക്യാമ്പുകൾ. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ NAC റാങ്കിങ്ങിന് മാലിന്യ സംസ്കരണവും മാനദണ്ഡമാകും. 2025 മാർച്ചോടെ കേരളം മാലിന്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി.